വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ 2-3-4 പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു ചിപ്സ് ഉണ്ടാക്കിയെടുത്താലോ. എന്നിട്ട് ഇതെന്താക്കണം വെച്ചാൽ ഇതിനൊന്ന് പൊളിച്ചെടുക്കണം. ആദ്യം ഇവിടെ കളയണം. നല്ല പച്ചക്കായ വേണം, പഴുക്കാത്ത. ഇത് തുറന്നു എന്നിട്ട് ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. കായ്മേൽക്ക് തട്ടണ്ട ഉണ്ടാക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് പൊളിച്ചെടുക്കുക. കായ്മേൽക്ക് തട്ടരുത്. നമുക്ക് ഇതിങ്ങനെ പൊളിച്ചെടുക്കണം. കായ്മ തട്ടാണ്ട് ഇതേപോലെ ചെയ്താൽ ഈ രീതിക്ക് നമുക്ക് എല്ലാം പൊളിച്ചെടുക്കാം. ഈ രീതിയിൽ പൊളിച്ചെടുക്കുക. ഞാൻ എന്നിട്ട് ഇവിടെ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടെടുത്താൽ മതി. അത് തന്നെ നെക്സ്റ്റും ചെയ്യാം. ഇവിടെ എന്താ കുറച്ച് ഇങ്ങോട്ട് നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ അത് പൊളിച്ച പോലെ തന്നെ ഇതും പൊളിക്കുക. ഇതേമാതിരി വേണമെങ്കിൽ ഇത് ഇവിടെ ഇല്ലേ ഈ ഏകരം പോലത്തെ അവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കയറി വരും. എന്താ 2-3 ലൈൻ ഇട്ടെടുത്തോണ്ട് നമ്മളൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വേഗം കണ്ടുപോരും. വെള്ളത്തിലേക്ക് ഇട്ടെടുക്കുക. ഇതുപോലെ ഇതും പൊളിച്ചെടുക്കുക. ഇത് വാഷ് ചെയ്തെടുക്കുക. വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. മഞ്ഞളിൻ്റെ വെള്ളം വേണമെന്നൊന്നുമില്ല, വെറും വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താലും മതി. എന്നാൽ ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് വാലാൻ വെക്കുക. ഇനി ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ. ഒന്ന് തുടച്ചെടുത്താലും മതി നല്ലോണം. എന്നിട്ട് നമുക്കിത് നുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് അങ്ങനെ മാതിരി വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടോ ഒരു പേപ്പർ വെച്ചിട്ടോ നമ്മുടെ കിച്ചൺ പേപ്പറിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ അങ്ങനെ ഉണക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലത്തെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ കത്തി കൊണ്ട് ചെയ്താൽ മതി. കത്തി കൊണ്ട് ഇതേപോലെ കത്തി കൊണ്ടാകുമ്പോൾ കുറച്ച് സമയം പിടിക്കും, പക്ഷേ ഇങ്ങനെ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ അതില്ലാത്തവർ ഇതേപോലെ ചെയ്താൽ മതി. കത്തി കൊണ്ട് ഘനം കുറച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. അതേമാതിരി ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതുപോലെ ഫുള്ളും ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്.
കത്തി വെച്ചിട്ട് ചെയ്തതാണ്. ഇതിലങ്ങനെ കിട്ടുന്നില്ല, കത്തി വെച്ചിട്ട് ചെയ്തത്. ഇതേപോലെ നമുക്ക് ഒരേ കനത്തിൽ കിട്ടിയിട്ടുണ്ട് കത്തി കൊണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പൊരിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇട്ടൊക്കെ ഇളക്കി കൊടുക്കരുത്, പൊട്ടിപ്പോകും. ഒന്ന് ചൂടായി വന്നു, നല്ലോണം ഒന്നും ഇതായി വന്നാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ലെവലെത്തുമ്പോൾ കുറച്ച് മഞ്ഞളും ഉപ്പും കലക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ലെവലെത്തുമ്പോൾ ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ചതാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞളുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടു, 2 ടീസ്പൂൺ ഉപ്പ് ഇട്ടു. ഇത് നമുക്ക് ഇതിലേക്ക് കുടഞ്ഞു കൊടുക്കാം. കളറ് കിട്ടും അന്നേരം. ഇനി കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെന്തിട്ടില്ല, ഇനി വെന്ത് വരണം. ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നല്ല സൗണ്ടിൽ വരും മുരിഞ്ഞാൽ. ഇപ്പോൾ അത് നല്ല വെന്ത് നല്ല മുറുകി വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് എടുക്കാം. ഇനി ഇതെടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് വേകുന്നതിന് കുറച്ച് സമയം പിടിക്കും കേട്ടോ, പെട്ടെന്നുണ്ടായി കിട്ടില്ല. ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. നമ്മളെ വീട്ടിൽ തന്നെ കായ വറുത്താലൊക്കെ നല്ലതല്ലേ. ഇതൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇതിലിട്ട് കൊടുക്കാനുണ്ട്, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങൂലേ, അതിനൊക്കെ സുഖം നമ്മളൊരു 3-4 പച്ചക്കായ ഉണ്ടായാൽ മതി. അപ്പോൾ കുറേ കിട്ടും. അതൊന്ന് വരട്ടെ. ഇതൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ അത് മുരിഞ്ഞിട്ടില്ല. നമുക്ക് ആ മഞ്ഞളും ഉപ്പും ഇതിലേക്ക് കുടഞ്ഞു വെക്കാം. ഇനി നന്നായി മൊരിയട്ടെ. വേണ്ട, ഇതുപോലെ കിട്ടും, ഇതുപോലെ കിട്ടണം. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് കോരി വെക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, അപ്പോഴേ നമുക്ക് നന്നായി മൊരിഞ്ഞ് വരുള്ളൂ. നമുക്കിതൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഞാനത് കത്തി വെച്ചിട്ട് കൈ കൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ. സാധാരണ മറ്റേ മെഷീൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താൽ മതി. ഒരു പാത്രത്തിൽ ഇട്ടേക്കാം. ഇപ്പോൾ നമ്മളെ കായ വറുത്തൊക്കെ അവിടെ കുഴഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എല്ലാവരും. ഇതുപോലെ കിട്ടും. നമ്മൾ വീട്ടിൽ വറുത്താലും നല്ല നന്നായി കിട്ടും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കായ് ഒന്ന് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അതുപോലെ തന്നെ ഞാൻ പൊളിച്ച പോലെ തന്നെ പൊളിച്ച് വെച്ചാൽ മതി. നല്ല ക്രിസ്പി ഉണ്ട്.
എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. എന്താ ഓണമൊക്കെ ആകുമ്പോൾ അതൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുക. ഓക്കെ, ബൈ.